ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഇഡിക്ക് മുന്നിൽ ഹാജരായി. സ്വത്ത് വിവരങ്ങളിൽ വ്യക്തത തേടാനാണ് ഇഡിയുടെ നീക്കം. സ്വർണ്ണക്കൊള്ളയിൽ ഇഡി ചോദ്യം ചെയ്യുന്ന ആദ്യ പ്രതിയാണ് മുരാരി ബാബു. ശരൺ ചേരുന്നു വിശദാംശങ്ങളുമായി. ശരൺ, സ്വാഭാവിക ജാമ്യം ലഭിച്ച ആദ്യത്തെയാളാണ് മുരാരി ബാബു. മുരാരി ബാബുവിനെ തന്നെ ഇഡി ആദ്യം ചോദ്യം ചെയ്യുന്നു. ഇഡിക്ക് നിരവധി കാര്യങ്ങൾ അറിയാനുണ്ട്. പ്രത്യേകിച്ച് പോറ്റിയിൽ നിന്ന് സാമ്പത്തികമായി എന്തെങ്കിലും മുരാരി ബാബു നേടിയിട്ടുണ്ടോ, മറ്റ് സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണെന്നുള്ളതിൽ ഉത്തരം നൽകേണ്ടി വരും. പ്രത്യേകിച്ച് ആ കൂട്ട റെയ്ഡിൽ മുരാരി ബാബുവിന്റെ വീട്ടിലടക്കം നടത്തിയ റെയ്ഡിൽ ചില വിവരങ്ങളെങ്കിലും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ ഉത്തരങ്ങൾ വേണമല്ലേ? ഇഡി പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ചോദ്യം ചെയ്യലിൽ? റോഷി, തീർച്ചയായിട്ടും ആ ഉത്തരങ്ങൾ തേടി തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. നേരത്തെ റോഷി സൂചിപ്പിച്ചതുപോലെ SIT കേസിൽ സ്വാഭാവിക ജാമ്യം, അതായത് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച് ആദ്യമായി ജയിലിന് പുറത്തിറങ്ങിയ പ്രതിയായിരുന്നു മുരാരി ബാബു. അങ്ങനെ മുരാരി ബാബു ജയിലിന് പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരുന്നത്. ഫെബ്രുവരി ആദ്യവാരം ചോദ്യം ചെയ്യലിനായി കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. അത് പ്രകാരമാണ് ഇന്ന് രാവിലെ 10:15 കൂടി അദ്ദേഹം കൊച്ചി ഓഫീസിൽ ഹാജരാവുകയും ചെയ്തിരിക്കുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും ഇതിൽ മുരാരി ബാബുവിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ SIT പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നടത്തിയിരുന്നതാണ്. മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി പ്രവർത്തിച്ചിരുന്ന സമയത്താണ് ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളിയൊക്കെ തന്നെ അറ്റകുറ്റപ്പണിക്കായിട്ട് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ കൊണ്ടുപോയ സമയത്ത് അത് സ്വർണ്ണം ചെമ്പാക്കി രേഖപ്പെടുത്തുന്നു. അങ്ങനെ സ്വർണ്ണം ചെമ്പാക്കി രേഖപ്പെടുത്തിയതിലൂടെ മുരാരി ബാബുവിന് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടെന്നുള്ള സംശയത്തിലാണ് ഇഡി ഉള്ളത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ വലിയ റെയ്ഡ് ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. 21 ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് ആയിരുന്നു. അതോടൊപ്പം തന്നെയാണ് മുരാരി ബാബുവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. അങ്ങനെ മുരാരി ബാബുവിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ആസ്തി വിവരങ്ങൾ ഇഡി ശേഖരിച്ചിരുന്നതാണ്. അത് പരിശോധിച്ചതിൽ നിന്നും ഈ 2019 ശേഷം മുരാരി ബാബു അനധികൃത സ്വത്ത് സമ്പാദനം, അതായത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം നടത്തിയെന്നൊരു നിഗമനത്തിലേക്ക് കൂടിയാണ് ഇഡി എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളും ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും മുരാരി ബാബുവിന്റെ അറസ്റ്റിലേക്ക് ഇന്ന് പോകില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. സാധാരണഗതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത്ര വേഗത്തിൽ അറസ്റ്റിലേക്ക് പോകാറില്ല. മറിച്ച് 2-3 പ്രാവശ്യം നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയ ശേഷം കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അറസ്റ്റിലേക്കൊക്കെ തന്നെ പോവുക. ഇതോടൊപ്പം തന്നെ മുരാരി ബാബു അടക്കം 12 പേർക്കാണ് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യഘട്ടത്തിൽ സമൻസ് അയച്ചിരുന്നത്. അതിൽ സ്മാർട്ട് ക്രിയേഷൻസിലെ ആളുകൾ കൂടി ഉണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ 100 ഗ്രാം സ്വർണം പിടിച്ചെടുത്തിരുന്നതാണ്. അതിൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള സമൻസ് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുരാരി ബാബു അടക്കമുള്ള 12 പേർക്കാണ് നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ശ്രീകുമാർ അടക്കമുള്ളവരും ഇപ്പോൾ ജയിലിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്വാഭാവിക ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തിറക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവരുടെ ചോദ്യം ചെയ്യലിലേക്കും ഇഡി കടക്കും. ഓക്കെ, മുരാരി ബാബുവിനെ ഇഡി ചോദ്യം ചെയ്യുകയാണ്. ഇഡി ഇതിനോടകം തന്നെ ഈ കേസിൽ 12 പേർക്കോളം നോട്ടീസ് നൽകിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിനായി എത്താനായിട്ട്. ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തു നിൽക്കുന്നവരെ അറിയാം. സുധീഷ് കുമാർ ആണെങ്കിലും ശ്രീകുമാർ ആണെങ്കിലും ഇവരെയൊക്കെ ഇഡി അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ആദ്യം ഇഡി കൂട്ടിൽ മുരാരി ബാബുവാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.